വെൽക്കം ടു പ്രെപ് സ്കെയിൽ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സെറ്റിൻ്റെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. സെറ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് സെറ്റ് 2025 ജൂലൈയിൽ ചോദിച്ചിട്ടുള്ള ജനറൽ ടോപ്പിക് വിഭാഗത്തിലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് പരിശോധിക്കുന്നുള്ളതാണ്. നിങ്ങൾക്ക് സെറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റിക് ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ആൻഷ്യന്റ് ഇന്ത്യൻ ടെക്സ്റ്റ് വിച്ച് ഔട്ട്ലൈൻസ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ് എന്നുള്ള. അതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് രാമായണ, മഹാഭാരത, നാട്യശാസ്ത്ര, അർത്ഥശാസ്ത്ര എന്നിവയാണ് ഇതിലുള്ളത് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഏത്? നാട്യശാസ്ത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനോ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരും സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നടത്താം. അതായത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് വരുന്ന വീഡിയോസ് നമുക്ക് വരുന്ന സെഷനിൽ നടത്താം. ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻവർഷങ്ങളിൽ നടന്നിട്ടുള്ള ചോദ്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തുക. ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് ഫ്രീക്വൻ്റ്ലി എന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡീപ്ലി എന്ത് ചെയ്യാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് പേപ്പറിലെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എന്താണ് ഒരു പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്, ആവർത്തിച്ച് വരുന്നുണ്ട്. ചില ചോദ്യങ്ങളുടെ ഓപ്ഷൻസ് ഉൾപ്പെടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് 2025 ജനുവരിയിലും ജൂലൈയിലും ചില ചോദ്യങ്ങൾ അങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഒരു 1-2 ചോദ്യങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങളുടെ ഓപ്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ പഠനം ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നത്തെ ഒരു സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Who among the following is famous for compilation of poetic verses, Geetanjali, reflecting elements of Indian aesthetics? നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ ചോദ്യങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ലെങ്ത് കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. കാരണം അതാണ് ഗീതാഞ്ജലി എന്നുള്ള ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് ആരാണെന്നുള്ളതാണ്. അല്ലേ, ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. അല്ലേ, ആൻസർ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും ഓപ്ഷൻ കാര്യങ്ങൾ എന്ത് ചെയ്തില്ല, ഞാൻ പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ആ ഒരു രീതിയിൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് പോകാവുന്നതാണ്. കാരണം എന്താണ്, ഈ ഓപ്ഷനൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആൻസറൊക്കെ നിങ്ങൾക്ക് ഗീതാഞ്ജലി എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് വരും. അല്ലെ, അത് രവീന്ദ്രനാഥ ടാഗോറിനാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്നുള്ളത് രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം ഉൾപ്പെടെ നേടിക്കൊടുത്തിട്ടുള്ള കൃതിയാണ്. അല്ലേ, നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആദ്യത്തെ ഏഷ്യക്കാരനാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം, വരും ഇതിൽ സെഷൻസിൽ ചെയ്യാം. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ദ സ്പിരിച്വൽ ടീച്ചർ തീർത്ഥങ്കര ഈസ് റിലേറ്റഡ് ടു വിച്ച് റിലീജിയൻ? തീർത്ഥങ്കര എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഏത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്നുള്ളതാണ്. അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹിന്ദുയിസം, സിഖിസം, ബുദ്ധിസം, ജൈനിസം. ഏതാണ് തീർത്ഥങ്കരാസ് എന്ന് പറയുമ്പോൾ? തീർത്ഥങ്കരാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം ഏതാണ് അത് ജൈനിസമാണ്. അല്ലെ, ജൈനിസമാണ് ഇത് തീർത്ഥങ്കരാസ് എന്നുള്ളത്. അല്ലെ, ജൈനിസം എന്നുള്ള ജൈനിസത്തിൽ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ തീർത്ഥങ്കരാസ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കൂ. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ഈസ് യൂസ്ഡ് വിത്തിൻ എ ബിൽഡിംഗ് ഈസ് കോൾഡ്. അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഏത് പേരിലാണ് വിളിക്കുക എന്നുള്ളത്? വാൻ, മാൻ, ലാൻ, സാൻ. ഇതിൽ ഏത് പേരില്ല? ഏതാണ്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അത് ലേൻ ആണ്. അല്ലെ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് എന്ത് ചെയ്യുക, ഒരു ചെറിയ ബിൽഡിങ് അല്ലെങ്കിൽ ചെറിയൊരു ഓഫീസ് സ്പേസിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ നെറ്റ്വർക്ക് ഏതാണ്? അത് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ലാൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതാണ്. അതായത് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസുകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടെത്തണം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്: ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ ഈസ് സ്പ്രെഡ് അക്രോസ് 12 ഇന്ത്യൻ സ്റ്റേറ്റ്സ് സ്ട്രെച്ചിങ് അക്രോസ് 2500 കിലോമീറ്റേഴ്സ്. സെക്കൻഡ് നോക്കൂ. വെസ്റ്റേൺ ഗാട്സ് ആർ സ്പ്രെഡ് ഓവർ 6 സ്റ്റേറ്റ്സ് ഓൺലി. നെക്സ്റ്റ് എന്താണ്? Pulicat Lake is the second largest brackish water lake in India and spreads over ആന്ധ്രാപ്രദേശ് ആൻഡ് കർണാടക. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ്
2 ഓൺലി ആണ്. ഓപ്ഷൻ ബി ആണ് 2 ഓൺലി ആണ് എന്തായിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അതെന്തുകൊണ്ടാണ് ഓപ്ഷൻ 2 മാത്രം കറക്റ്റ് ആയിട്ടുള്ളതെന്നൊക്കെ ആ രീതിയിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻ നമുക്ക് മറ്റ് ഇതിലെന്ത് ചെയ്യാം നടത്താം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം എന്ത് ചെയ്യുന്നു പറഞ്ഞു പോകുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക ചോദ്യങ്ങളും ആ വരുന്ന മേഖലയും എന്ത് ചെയ്യുക ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കൂ, ഈ താങ്ക ഏതാണ്? എ പെയിന്റിംഗ് ഈസ് ഓഫ് ഏത് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ് താങ്ക എന്നുള്ളതാണ് എന്ത് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മഹാരാഷ്ട്ര, സിക്കിം, ബീഹാർ, ഗുജറാത്ത്. ഏതാണ് വരിക? അത് ഓപ്ഷൻ ബി ആണ്. ഏത്? സിക്കിം ആണ്. ഓക്കെ, ഓപ്ഷൻ ബി സിക്കിം. നെക്സ്റ്റ് നോക്കൂ, ഐഡന്റിഫൈ ദി കറക്റ്റ് പെയർ ഓഫ് ഓതർ ആൻഡ് ബുക്ക്. ഓക്കെ, അതാണ് ഓതർ തന്നിട്ടുണ്ട്, ബുക്കും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? കറക്റ്റ് പെയർ ഏതാണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഏതാണ്? എൻ്റെ കാശിയാത്ര, അതായത് തൈക്കാടയ്യ എൻ്റെ കാശിയാത്ര. ബ്രഹ്മാനന്ദ വിയോഗി ഇതാണ് നിജാനന്ദ വിലാസം തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഏതാണ്? ശിവയോഗ രഹസ്യം തന്നിട്ടുണ്ട്. ചട്ടമ്പി സ്വാമികൾ ഏതാണ്? ബ്രഹ്മോതാരക കാണ്ഡം എന്നുള്ളതും എന്തിട്ടുണ്ട് തന്നിട്ടുണ്ട്. ബ്രഹ്മോതാരക കാണ്ഡം എന്നുള്ളതും എന്താണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പെയർ എന്നുള്ളത്, അതായത് ആ ബുക്കിനും ആ ഓതറും എന്താണ് മാച്ച് ചെയ്യുന്ന പെയർ ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. തൈക്കാടയ്യ എൻ്റെ കാശിയാത്ര എന്നുള്ളതാണ്. തൈക്കാടയ്യ എൻ്റെ കാശിയാത്ര. നെക്സ്റ്റ് നോക്കാം നമുക്ക്. അതായത് ഐഡന്റിഫൈ ദി കറക്റ്റ്ലി മാച്ച്ഡ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഇറ്റ്സ് റാംസാർ സൈറ്റ് ഇൻ ഇന്ത്യ. അതായത് നമുക്കറിയാം എന്താണ് റാംസാർ സൈറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് വെറ്റ്ലാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. എന്താണ് ഈ വെറ്റ്ലാൻഡ്സിന്റെ എന്താണ് ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് അതിനെന്ത് ചെയ്യും ഈ റാംസാർ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിനെന്താണ് കൂടുതൽ പ്രൊട്ടക്ഷനും കാര്യങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ലഭിക്കുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ എന്താണ് കുറച്ച് റാംസാർ സൈറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് സ്റ്റേറ്റും തന്നിട്ടുണ്ട്. അതിലെന്ത് ചെയ്യണം? കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ അതാണ് റീസെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞിട്ടുള്ള റാംസാർ സൈറ്റ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് ഇത് ഈ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് അതായത് നമുക്ക് കറണ്ട് അഫെയറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം ചോദിക്കാം. കാരണം എന്താണ് റീസെന്റ് ഏതൊക്കെ എന്താണ് സൈറ്റുകളെയാണ് ഈ പറഞ്ഞ പോലെ റാംസാർ സൈറ്റിന്റെ അല്ലെങ്കിൽ എന്താണ് ഏതൊക്കെ വെറ്റ്ലാൻഡ്സിനെയാണ് ഈ റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം? റീസെന്റ് എന്താണ് നമുക്ക് കറണ്ട് അഫെയർ എന്നുള്ള രീതി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യാം ആ ഒരു ഇതിനെ എന്താണ് സ്റ്റാറ്റിക്കുമായിട്ട് എന്ത് ചെയ്യാം നമ്മളൊന്ന് കണക്ട് ചെയ്താൽ മതി. കാരണം എന്താണ് ഇത് സ്റ്റാറ്റിക് എന്നുള്ള ഭാഗത്തും കറണ്ട് അഫെയർ എന്നുള്ള ഭാഗത്തും എന്താണ് ചോദിക്കാൻ സാധ്യതയാണ്. കാരണം എന്താണ് ചിലപ്പോൾ റീസെന്റ് ഏതെങ്കിലും വെറ്റ്ലാൻഡ്സിൽ എന്ത് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു ലിസ്റ്റിലേക്ക്, അതായത് ഈ റാംസാർ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ചോദിക്കാം. അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഏതെങ്കിലും എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും റാംസാർ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും ഏതെങ്കിലും റാംസാർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം. അതിലെന്ത് ചെയ്യാം ഒന്ന് കറണ്ട് അഫെയറുമായിട്ട് എന്താണ് ഒന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണ് റീസെന്റ് ഏതൊക്കെ വെറ്റ്ലാൻഡ്സിനെയാണ് ഇതുപോലെ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നോക്കണം. കാരണം എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം. ആ ഒരു ഇതിൽ എന്ത് ചെയ്യാം കണക്ട് ചെയ്യുക, അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. അതിനെന്താണ് ഈ ഒരു റാംസാർ സൈറ്റ്സ് ഇത് ഈ ഒരു രീതിയിൽ എന്താണ് റീസെന്റ് എന്താണ് ലിസ്റ്റ് സൈറ്റുകളെയാണ് അല്ലെങ്കിൽ ഏത് ലാൻഡിനെയാണ് എന്തുള്ളത് ഈ ഒരു സൈറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യണം ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ മതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് എന്താണ് ഇതിൽ തന്നിട്ടുള്ളത് കഴുവേലി ബേർഡ് സാങ്ച്വറി തമിഴ്നാട് തന്നിട്ടുണ്ട്. റവാ റിസർവോയർ മധ്യപ്രദേശ്. നഞ്ചരായൻ ബേർഡ് സാങ്ച്വറി ആന്ധ്രാപ്രദേശ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്ലി മാച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1 and 3 ആണോ, 2 and 3 ആണോ, 1 and 2 ആണോ, അല്ലെങ്കിൽ എന്താണ് ഇത് 3 ആണോ എന്നുള്ളതാണ് എന്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1 and 2 ഓൺലി എന്നുള്ളതാണ്. ഓക്കെ, 1 and 2 ഓൺലി എന്നുള്ളതാണ് എന്റെ ആൻസർ ആയിട്ട് വരിക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ എന്താണ് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെന്റിന്റെ വലിപ്പം കണ്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ബോധോടാവണ്ട, നോക്കിക്കോളൂ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇൻ ഇന്ത്യ ഡിഫൈൻസ് എ ചൈൽഡ് ആസ് എനി പേഴ്സൺ വിത്തിൻ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. സെക്ഷൻസ് 1 clause 4 and 1 clause 5 were added to the Right to Education Act in the 2012, stating that the act should be applicable to minority and religious educational institutions. Also, the Supreme Court in 2014 judgment reaffirmed that minority-run schools can be forced to implement the Right to Education Act എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ
ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഇതൊന്നും എന്താണ് രണ്ടും കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഒന്നും മാത്രം കറക്റ്റ് ആണോ, രണ്ടും കറക്റ്റ് അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ എന്താണ് ഓപ്ഷൻസ് തന്നിട്ട് അല്ലെ. 1 ഓൺലി, 2 ഓൺലി, ബോത്ത് 1 and 2, നെയ്തർ 1 nor 2 എന്നുള്ള രീതിയിൽ എന്താണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്ന് പറയുന്നത്? എന്താണ് ഓപ്ഷൻ എ ആണ്. 1 ഓൺലി മാത്രമാണ് അല്ലെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഓഫ് ഫോക്ക് ഡാൻസ് ഇൻ ഇന്ത്യ വിത്ത് ദി കറസ്പോണ്ടിങ് സ്റ്റേറ്റ്. അതായത് ഇന്ത്യയിലെ കുറച്ച് ഫോക്ക് ഡാൻസുകളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംസ്ഥാനങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റിൽ കറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അതായത് എന്താണ് 3 ഫോക്ക് ഡാൻസുകൾ നമുക്ക് തന്നിട്ടുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ട കറസ്പോണ്ടിങ് സ്റ്റേറ്റുകളും. അതായത് സിദ്ധി ദാമാൽ എന്നാണ് ഗുജറാത്ത് എന്ന് തന്നിട്ടുണ്ട്, ജിഹ്യ ബീഹാർ തന്നിട്ടുണ്ട്, ദാന്തിയ റാസ് ആസാം എന്നും നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് 3 കറക്റ്റ് അല്ല, കാരണം നമ്മൾ ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എന്താണ് മാക്സിമം 2 എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പോൾ 1 ഓൺലി ആണോ, 2 and 3 ആണോ, 3 ഓൺലി ആണോ, 1 and 2 ഓൺലി ആണോ എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പരിശോധിക്കേണ്ടത്. അപ്പോൾ എന്താണ് 3 കറക്റ്റ് അല്ല, അതിലേതാണ് ഒന്നുകിൽ 1 കറക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്താണ് അതിൽ ഏതെങ്കിലും എന്താണ് 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവണം. 3 എന്താണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാൻ സാധ്യതയില്ല, കാരണം എന്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1 and 2 ആണ്. ഓക്കെ, 1 and 2 ഓൺലി ആണ് എന്ത് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത് നോക്കൂ, 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാച്ച് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ലിസ്റ്റിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ലിസ്റ്റിൽ കുറച്ച് എന്താണ് കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലിസ്റ്റിൽ എന്താണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എന്നാണ് തന്നിട്ടുണ്ട്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഇതിപ്പുറം വരുന്ന കേട്ടോ, മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, ഇതാണ് ഓപ്ഷൻ എയിൽ വരുന്നതാണ്. അതിൻ്റെ എന്താണ് ലിസ്റ്റ് വന്നിട്ടുള്ളതാണ്. ലിസ്റ്റ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ലിസ്റ്റിൽ തന്നിട്ടുള്ളത്, അതായത് ലിസ്റ്റ് 2ൽ ഒന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഏതാണ്? അത് അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്, അതെവിടെയാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂർ, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഡെറാഡൂൺ. ഈ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ലിസ്റ്റ് 1ലും ലിസ്റ്റ് 2ലുമായിട്ട് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനുകളാണ് ഏതാണ്? ഓപ്ഷൻ A3, B1, C4, D2 എന്നുള്ള എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? A2, B3, C4, D1 എന്നുള്ള ഓപ്ഷൻ. സി എന്താണ്? A2, B4, C3, D1 എന്നുള്ളൊരു ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? അത് A4, B2, C1, D3 എന്നുള്ള ഒരു ഓപ്ഷനും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കറക്റ്റ് ആയിട്ടുള്ളത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇതാണ് അറേഞ്ച് ദി അറൈവൽ ഓഫ് ദി ഫോളോയിങ് യൂറോപ്യൻ പവേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് എന്താണ് ആദ്യത്തിൽ നിന്നും അവസാനത്തേക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് ഒന്നാമത് വന്നിട്ടുള്ള ഫ്രഞ്ച്, രണ്ടാമത് വന്നിട്ടുള്ള ഇംഗ്ലീഷ്, മൂന്നാമത് വന്നിട്ടുള്ള പോർച്ചുഗീസ്, നാലാമത് വന്നിട്ടുള്ളത് ആരാണ്? ഡാനിഷ് എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനെ അറേഞ്ച് ചെയ്യണം. ഇതിന്റെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്താണ്? 3, 4, 2, 1 എന്നുള്ളത് ഓപ്ഷൻ എയും, ഓപ്ഷൻ ബി എന്താണ്? 2, 4, 3, 1 ഓപ്ഷൻ ബി, സി എന്താണ്? 3, 4, 1, 2 എന്നുള്ളത്, ഡി എന്താണ്? 3, 2, 4, 1 എന്നുള്ളത്. ഇതിലെങ്ങനെയാണ് ഈ ഒരു ഇത് വരിക എന്നുള്ളതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇതിന്റെ ആൻസർ ഏതാ വരിക? ഏതാണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. 3, 4, 2, 1 ആണ്. ഓപ്ഷൻ എ ആണ്. 3, 4, 2, 1. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഡാഷ് ആൻഡ് ഡാഷ് ആർ ദി മേജർ ട്രൈബൽ പോപ്പുലേഷൻസ് ഓഫ് മധ്യപ്രദേശ്. അപ്പൊ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രൈബൽ വിഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതിൽ ഓപ്ഷൻ എ തന്നിട്ടുണ്ട്, സന്താൾസ് ആൻഡ് ബിൽസ് എന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? ബി എന്താണ്? സന്താൾസ് ആൻഡ് ചെഞ്ചൂസ് തന്നിട്ടുണ്ട്. സി എന്താണ്? ഗോൺസ് ആൻഡ് ഒരാവോൺസ് തന്നിട്ടുണ്ട്. ഡി എന്താണ്? ബിൽസ് ആൻഡ് ഗോൺസ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മേജർ ട്രൈബൽ വിഭാഗം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ഏതാണ് ഇതിന്റെ ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്, ബീൽസ് ആൻഡ്
ഗോൺസ് അല്ലെ, ബീൽസ് ആൻഡ് ഗോൺസ്, ബീലുകളെയും ഗോണ്ടുകളുമാണ് എന്ത് ചെയ്യുന്നത് മധ്യപ്രദേശിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്ക്, ദ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ വാസ് ഫൗണ്ടഡ് ഇൻ ഏത് വർഷ? ഓപ്ഷൻ എ 1999, ഓപ്ഷൻ ബി 2004, ഓപ്ഷൻ സി 1972, ഓപ്ഷൻ ഡി 1984. ഇത് ഏത് വർഷമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിട്ടുള്ളത് സ്ഥാപിച്ചുള്ളത്? അതായത് ഇൻഷുറൻസ് മേഖലയിലെ എന്താണ് പ്രധാനപ്പെട്ട ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റിയാണ് ഏത്? ഈ പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത്. അതായത് ഇൻഷുറൻസ് മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഓക്കെ, അതിനുവേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പാർലമെന്റിന്റെ ആക്ട് മുഖേന കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ IRDA എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യം തന്നിട്ടുള്ളത്. ഏതാണ് വർഷം? വർഷം ഓപ്ഷൻ എ ആണ്, 1999 ആണ്. ഓക്കെ, 1999 ചെയ്തിട്ടുള്ളത് IRDA ഫോം ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കൂ, ബ്ലൂ ബേബി സിൻഡ്രോം ഈസ് ദി റിസൾട്ട് ഓഫ് കണ്ടാമിനേഷൻ ഇൻ ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടറിൽ ഏത് എലമെന്റിന്റെ കണ്ടാമിനേഷൻ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്നുള്ള ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ ഓപ്ഷൻ എ ആണ് ആർസനിക്, ബി ക്രോമിയം, സി ഫ്ലൂറൈഡ്, ഡി നൈട്രേറ്റ്. അപ്പൊ ഈ ഏതിന്റെ കണ്ടാമിനേഷൻ കൊണ്ടാണ് ഗ്രൗണ്ട് വാട്ടറിലെ ഏത് എലമെന്റിന്റെ കണ്ടാമിനേഷൻ കൊണ്ടാണ് ബ്ലൂ ബേബി സിൻഡ്രത്തിന് കാരണമാകുന്നതാണ് എന്ത് ചെയ്യുന്നത് ചോദ്യം തന്നിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻ ഡി നൈട്രേറ്റ് ആണ് അല്ലെ, ഡി നൈട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ബ്ലൂ ബേബി സിൻഡ്രത്തിന് കാരണമാകുന്നത്. നെക്സ്റ്റ് നോക്കൂ, ദി പ്രൈം മിനിസ്റ്റർ who launched the Ganga Action Plan to make Ganga pollution free. അതായത് ഗംഗയെ എന്ത് ചെയ്യണം, പൊല്യൂഷൻ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഗംഗ ആക്ഷൻ പ്ലാൻ അല്ലെ, ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആരാണെന്നുള്ളതാണ്. A.B. വാജ്പേയി, P.V. നരസിംഹറാവു, രാജീവ് ഗാന്ധി, നരേന്ദ്രമോദി. ആരാണ് ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, രാജീവ് ഗാന്ധി. ഓപ്ഷൻ സി രാജീവ് ഗാന്ധിയാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കൂ, വിച്ച് among the following is known as the third pole of the earth? തേർഡ് പോൾ ഓഫ് ദി എർത്ത് ഏതാണ്? തേർഡ് പോൾ ഓഫ് ദി എർത്ത് ബ്രസീലിയൻ ഹൈലാൻഡ്സ് ആണോ, ഡെഡ് സി ആണോ, ടിബറ്റൻ പ്ലാറ്റോ ആണോ, കൊളറാഡോ പ്ലാറ്റോ ആണോ? കൊളറാഡോ പ്ലാറ്റോ. ഇതിൽ ഏതാണ് തേർഡ് പോൾ ഓഫ് ദി എർത്ത് എന്ന് അറിയപ്പെടുന്നത്? ഏത് ഭൂവിഭാഗത്തെയാണ് തേർഡ് പോൾ ഓഫ് ദി എർത്ത് എന്ന് അറിയപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ദ ടിബറ്റൻ പ്ലാറ്റോ അല്ലെ, ദി ടിബറ്റൻ പ്ലാറ്റോ ആണ് എന്ത് ചെയ്യുന്നത് ഈ തേർഡ് പോൾ ഓഫ് ദി എർത്ത് എന്ന് അറിയപ്പെടുന്നത്. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യാസ് ഫസ്റ്റ് ഗ്രാഫിക് നോവല് ഏതാണ്? റിവർ ഓഫ് സ്റ്റോറീസ് ബൈ ഉർജിത് സെൻ ആണോ, ശക്തിമാൻ ബൈ സഞ്ജയ് ഗുപ്ത ആണോ, ദിസ് റൈഡ് ദാറ്റ് റൈഡ് ബൈ വിശ്വജിത് ഘോഷ് ആണോ, മുന്നു എ ബോയ് ഫ്രം കാശ്മീർ ബൈ മാലിക് സജദ്? ഇതിൽ ഏതാണ് ഇന്ത്യ ഫസ്റ്റ് ഗ്രാഫിക് നോവൽ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്? ഗ്രാഫിക് നോവല് ഏതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രാഫിക് നോവലിന്റെ ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ആണ്, റിവർ ഓഫ് സ്റ്റോറീസ് ബൈ ഉർജിത് സെൻ. റിവർ ഓഫ് സ്റ്റോറീസ് ബൈ ഉർജിത് സെൻ. നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് ഇന്ത്യൻ ടു റിസീവ് ദി പ്രസ്റ്റീജിയസ് നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അതായത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏത്? നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നുള്ളതാണ് ഇതിലുള്ളത് ചോദിച്ചിട്ടുള്ളത്. രവി ഗെയ്ക്വാദ് ആണോ, വിനോദ് ഗാന്ധാരി ആണോ, അശോക് ബാജ്പേയി ആണോ, അരുന്ധതി റോയ് ആണോ? വിനോദ് ഗണത്ര ആണോ, അശോക് ബാജ്പേയി ആണോ, അരുന്ധതി റോയ് ആണോ, രവി ഗെയ്ക്വാദ് ആണോ? ആരാണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്, വിനോദ് ഗണത്രയാണ് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള നെൽസൺ മണ്ടേല ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ദ ഏജന്റ് വിച്ച് കോസസ് ദി ട്രോപ്പിക്കൽ ഡിസീസ് കാല അസർ. ഓക്കെ, കാല അസർ ഇതൊരു ഡിസീസ് ആണ്. ഇതിന് കാരണമാകുന്ന ഏജന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, പ്രൊട്ടോസോവ ആണോ, വൈറസ് ആണോ? കാല അസറിന് കാരണമായിട്ടുള്ളത് ഓപ്ഷൻ സി പ്രൊട്ടോസോയിൻ പാരസൈറ്റ് ആണ്. ഓക്കെ, പ്രൊട്ടോസോയിൻ പാരസൈറ്റ് ആണ് എന്തുള്ളത് കാല അസറിന് കാരണമാകുന്ന എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നോക്കാം നമുക്ക്. റോബർട്ട് വെബ്സ്റ്റർ ഈസ് നോൺ ഫോർ ഹിസ് വർക്ക് അസോസിയേറ്റഡ് വിത്ത്. ഏത് വർക്കുമായിട്ട് അസോസിയേറ്റഡ് വിത്ത് ആളാണ് റോബർട്ട് വെബ്സ്റ്റർ എന്നുള്ളതാണ് എന്തുള്ളത് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ഏതാണ്? കാർഡിയോളജി ആണോ, ഇൻഫ്ലുവൻസ വൈറസ് ആണോ, HIV or എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടാണോ,
അൽസൈമേഴ്സ് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണോ എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻഫ്ലുവൻസ വൈറസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ഇൻഫ്ലുവൻസ വൈറസ്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇൻ മേക്കിംഗ് ദി സാഫ്രോൺ സ്പൈസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് ഈസ് യൂസ്ഡ്? അല്ലെ, എന്താണ് നമ്മുടെ കുങ്കുമം ഉണ്ടല്ലോ, അപ്പൊ കുങ്കുമം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എന്താണ് ഈ ചെടിയുടെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ലീഫാണോ, പെറ്റലാണോ, സെപ്പലാണോ, സ്റ്റിഗ്മയാണോ? ഏതാണ് ഈ പറഞ്ഞിട്ടുള്ള സാഫ്രോൺ എന്താണ് സ്പൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ പ്ലാന്റിന്റെ ഏത് ഭാഗമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി സ്റ്റിഗ്മയാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി സ്റ്റിഗ്മ. നെക്സ്റ്റ് ചോദ്യം, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാനുവരി 2025 നമ്മൾ ആദ്യം ജൂലൈയിൽ ഇത് നോക്കി. ജൂലൈയിലെ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ജാനുവരിയിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യ ചോദ്യം ഇതാണ്, അതായത് ജാനുവരിയിലെ ആദ്യത്തെ ചോദ്യം. അതായത് നെക്സ്റ്റ് ചോദ്യം ഏതാണ്? വിച്ച് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ സ്പെൻഡ് മോസ്റ്റ് ഫോർ എഡ്യൂക്കേഷൻ ആസ് പെർസെൻറ്റേജ് ഓഫ് GDP? അതായത് GDPയിലെ അതിന്റെ പെർസെൻറ്റേജ് കണക്കിൽ എഡ്യൂക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന സ്റ്റേറ്റോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയോ ഏതാണെന്നുള്ളതാണ് ഇതിലുള്ളത് ചോദ്യം തന്നിട്ടുള്ളത്. ഇല്ല, ഏതാണ് എൻ്റെ ആൻസർ? അതായത് കേരളയുണ്ട്, തമിഴ്നാടുണ്ട്, മണിപ്പൂരുണ്ട്, ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് എന്താണ് സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആണ് ഇവിടെ എന്താണ് സ്റ്റേറ്റ് GDPയുടെ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് എന്നിട്ടുള്ളത് ഈ എഡ്യൂക്കേഷന് വേണ്ടി എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്? ഏതാണ് അത്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓപ്ഷൻ ഡി ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ഓക്കെ, ജമ്മു ആൻഡ് കാശ്മീർ ആണ്. നെക്സ്റ്റ് ഒന്ന് നോക്കൂ. ദ സേഫ്റ്റി പിൻ ആസ് വി നോ ഇറ്റ് ടുഡേ വാസ് ഇൻവെന്റഡ് ബൈ. അതായത് നമ്മൾ ഇന്ന് കാണുന്ന സേഫ്റ്റി പിൻ ഉണ്ടല്ലോ, ആ സേഫ്റ്റി പിൻ ആരാണ് ഇൻവെന്റ് ചെയ്യേണ്ടതെന്നാണ്? ജോൺ ബേർഡ് ആണോ, വാൾട്ടർ ഹണ്ട് ആണോ, ജോൺ കെ ആണോ, ജെയിംസ് ഡേസൺ ആണോ? ഇതിൽ ആരാണ് ഈ പറഞ്ഞിട്ടുള്ള ഇത് സേഫ്റ്റി പിന്ന് എന്ത് ചെയ്തിട്ടുള്ളത് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഇൻവെൻഷൻസ് നമ്മൾ എന്താണ് ജസ്റ്റ് എന്താണ് പഠിച്ചു പോകുമ്പോൾ അതിൽ എന്താണ് നമ്മൾ എന്താണ് സേഫ്റ്റി പിൻ ആര് കണ്ടെത്തി? ആരാണ് അത്? വാൾട്ടർ ഹണ്ട് ആണ്. ആരാണ്? വാൾട്ടർ ഹണ്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് സേഫ്റ്റി പിൻ ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമുക്ക്. ദ ഓൾഡസ്റ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് ടെക്സ്റ്റ് ഏതാണ് ഇത് തന്നിട്ടുള്ളത്? ഓൾഡസ്റ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് ടെക്സ്റ്റ് എന്നുള്ളതാണ്. ഏതാണ്? പാണിനീസ് അഷ്ടധ്യായാണോ, യാസകാസ് നിരുക്തിയാണോ, പതഞ്ജലിസ് മഹാഭാഷ്യയാണോ, അല്ലെങ്കിൽ ഇതാണ് ജയാദിത്യയുടെ വാമന കസികവൃത്തിയാണോ? ഇതിൽ ഏതാണ് ഓൾഡസ്റ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് ടെക്സ്റ്റ് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചോദ്യം തന്നിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാണിനീസ് അഷ്ടധ്യായാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഓൾഡസ്റ്റ് ഇന്ത്യൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തന്നതിൽ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് കണ്ടോ, റാംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ത് ചെയ്തു വീണ്ടും റിപ്പീറ്റ് ചെയ്തു. നമ്മൾ ആദ്യം എന്തിട്ടുണ്ട് ജൂലൈയിലും എന്താണ് ഈ റാംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം കണ്ടിട്ടുണ്ട് അല്ലെ. അതാണ് റാംസാർ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, റാംസാർ സൈറ്റ് മാച്ച് എന്ത് ചെയ്യണം? ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും എന്ത് ചെയ്യണം? മാച്ച് ചെയ്യണം. അതായത് ലിസ്റ്റ് 1ൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട സൈറ്റുകൾ തന്നിട്ടുണ്ട്, ലിസ്റ്റ് 2ൽ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റേറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ മാച്ച് ചെയ്യണം. അതായത് പൂളാർ ലേക്ക്, ഉദ്വാ ലേക്ക്, രുദ്രസാഗർ ലേക്ക്, കെച്ചിയോ പലരി ലേക്ക്, അങ്ങനെ എന്താണ് 4 ലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കണം അല്ലെ. അതാണ് സിക്കിം, ജമ്മു ആൻഡ് കാശ്മീർ ആണോ, ജാർഖണ്ഡ് ആണോ, ത്രിപുരയാണോ? ജമ്മു ആൻഡ് കാശ്മീർ ആണോ, ജാർഖണ്ഡ് ആണോ? പൂളാർ ലേക്ക്, ഉദ്വാ ലേക്ക്, രുദ്രസാഗർ ലേക്ക്, കെച്ചിയോ പലരി ലേക്ക്, ഇതിലേതാണ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ്. ഏതാണ് എവിടെയാണ്? ഓപ്ഷൻ എ ആണ് A2, B3, C4, D1 എന്നുള്ളതാണ് എന്നിട്ടുള്ളത് അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ദി മിസ്മാച്ച്ഡ് പെയർ. മിസ്മാച്ച്ഡ് പെയർ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. ഓക്കെ, മിസ്മാച്ച്ഡ് പെയർ. റൈബോസം പ്രോട്ടീൻ സിന്തസിസ്, ബി എന്താണ് മൈറ്റോകോൺഡ്രിയ സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ, സി എന്താണ് ഗോൾഗി ബോഡീസ് എന്താണ് പാക്കേജിംഗ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ്, ഡി എന്താണ് ലൈസോസം ഫുഡ് സ്റ്റോറേജ്. അപ്പൊ ഇതിൽ ഏതാണ് മിസ്മാച്ച് ചെയ്തിട്ടുള്ള പെയർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത്. ഇതിലേതാണ് മിസ്മാച്ച് ആയിട്ടുള്ള പെയർ? അതായത് ഈ പറഞ്ഞിട്ടുള്ളത് എന്താണ് അതും അതിന്റെ ധർമ്മവുമാണ് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ എലമെന്റും അതിന്റെ ധർമ്മവും തന്നിട്ട് ഏതാണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ മിസ്മാച്ച് ആയിട്ടുള്ള പെയർ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടെത്തേണ്ടത്. ഏതാണ് ഇതിൽ മിസ്മാച്ച് ആയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ്
ലൈസോസോം, ഫുഡ് സ്റ്റോറേജ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഈ തന്നതിൽ മിസ് മാച്ച് ആവുന്ന പെയർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്കൂ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാച്ച് ചെയ്യണം. ലിസ്റ്റ് 1 എന്താണ് കുറച്ച് സ്ഥാപനങ്ങൾ തന്നിട്ടുണ്ട്. അതിന് എന്ത് ചെയ്യണം, നമ്മൾ ലിസ്റ്റ് 2 സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ഓക്കെ, നോക്കൂ, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ, ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ഏതൊക്കെയാണ്? ഡെറാഡൂൺ ഉണ്ട്, കൊച്ചി ഉണ്ട്, അഹമ്മദാബാദ്, ചെന്നൈ. എന്താണ് കൺസേൺഡ് സ്ഥലവും അത് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് നോക്കണം. ഓപ്ഷൻ ഏതാണ്? A4 ആണോ, B1, C3, D2 എന്നുള്ള ഓപ്ഷൻ ആണോ? ഓപ്ഷൻ ബി ഏതാണ്? A4, B1, C2, D3 എന്നുള്ള ഓപ്ഷൻ ആണോ? സി എന്താണ്? A1, B4, C2, D3 എന്നുള്ള ഓപ്ഷൻ ആണോ? ഡി എന്താണ്? A4, B3, C1, D2. ഇതിലേത് ഓപ്ഷനാണ് നമ്മൾ തന്നിട്ടുള്ള ആ സ്ഥാപനങ്ങളും അത് കൺസേർട്ട് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കറക്റ്റ് ആവുന്നത് എന്നുള്ളതാണ്. ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, A4, B3, C1, D2 എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡർ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1, അതായത് ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും മാച്ച് ലിസ്റ്റ് 2 ആ ലിസ്റ്റിൽ ഏത് വിഷയമാണ് അല്ലെങ്കിൽ എന്താണ് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയം എന്നുള്ളതാണ്. അതായത് ലിസ്റ്റ് 1 3rd ഷെഡ്യൂള്, 10th ഷെഡ്യൂള്, 8th ഷെഡ്യൂള്, 7th ഷെഡ്യൂള്. നെക്സ്റ്റ് ലിസ്റ്റ് 2 ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ലാംഗ്വേജ്, ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഫോർ ആന്റി ഡിഫെക്ഷൻ അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഓപ്ഷൻസ് തന്നിട്ടുള്ളത് A2, B1, C4, D3, A4, B3, C2, D1. നെക്സ്റ്റ് A1, B2, C3, D4. നെക്സ്റ്റ് A2, B4, C1, D4. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, A2, B4, C1, D3 എന്നുള്ളത്. ഇതിൻ്റെ കൂടുതൽ ആൻസറിലേക്ക് നമ്മൾ പോവാത്തത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഈ ഒരു ഏരിയയിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളത് പരിചയപ്പെടുത്താമെന്ന് മാത്രമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് എന്ത് ചെയ്യും ഇതിൻ്റെ നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു ദ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്, അതിനെന്ത് പറയും? BIS നമ്മൾ ചുരുക്കി പറയും അല്ലേ. ദ മിനിമം ടോട്ടൽ ഫാറ്റി മാറ്റർ വാല്യൂ ഫോർ ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പ്. അപ്പോൾ ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പിന്റെ TFM എത്രയാണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. മിനിമം TFM എത്രയാണെന്നുള്ളത് തന്നിട്ടുള്ളത് അല്ലെ. എത്രയാണ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. 85% 76% 68% 62%, 85, 76, 68, 62% എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ നമുക്കറിയാം ഓപ്ഷൻ ബി ആണ്. 76% മിനിമം എന്ത് ചെയ്യണം, അതിന്റെ TFM ഉണ്ടായിരിക്കണം അല്ലെ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഐഡന്റിഫൈ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദി പ്രിൻസിപ്പൽ ഓർഗൻസ് ഓഫ് ദി UN പ്രിൻസിപ്പൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നോക്കാലോ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ICJ എന്ന് പറയും ഈസ് ദി ചീഫ് ജുഡീഷ്യൽ ഓർഗൻ ഓഫ് ദി UN. നെക്സ്റ്റ് ദ സെക്രട്ടറി ജനറൽ ഈസ് ദി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓഫ് ദി UN. നെക്സ്റ്റ് the Security Council of the UN is the main deliberative policy making and representative body. Next the General Assembly of the UN currently has 193 member states. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് അല്ലെ. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ആ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് ദി UN is the main deliberative policy making and representative body എന്നുള്ളത് അല്ല ഇതല്ല. അതാണ് UN ജനറൽ അസംബ്ലി ആണ്. ഓക്കെ, UN ജനറൽ അസംബ്ലി ആണത്. ഓക്കെ, നെക്സ്റ്റ് ദി കോൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിലിറ്റി ഓർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഡെവലപ്ഡ് ആൻഡ് പോപ്പുലറൈസ്ഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ആദ്യമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളതും പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളതും ഏതിലാണ്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ആ ജസ്റ്റ് എന്ത് ചെയ്യാം, ഏത് റിപ്പോർട്ടിലാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടെത്തേണ്ടത്. ബ്രണ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് 1987. ഗ്ലോബൽ എൻവയോൺമെന്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് എപ്പോഴാണ്? 1997. ദ IPCC's ഫസ്റ്റ് അസസ്മെന്റ് റിപ്പോർട്ട് 1990. ദ UN കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയോൺമെന്റ് റിപ്പോർട്ട്
1972. അപ്പോൾ ഇതിൽ ഏതിലാണ് എന്തുള്ളത് ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ എന്താണ് കോൺസെപ്റ്റ് വരുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? ഏതാണത്? അത് ബ്രണ്ണൻ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ എ ആണ്. ബ്രണ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിലാണ് എന്തുള്ളത് അതേമാതിരി ഈ പറഞ്ഞിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നോക്കാം നമുക്ക്. നെക്സ്റ്റ് ചോദ്യം, ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ. 4 സ്റ്റേറ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. കാസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് സ്ട്രിക്ട്ലി ഹെറിഡിറ്ററി, കാസ്റ്റ് സിസ്റ്റം ഈസ് ഹൈറാർക്കൻ, കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ എൻഡോഗമസ്, നെക്സ്റ്റ് എന്താണ് കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ എക്സോഗമസ്. അപ്പോൾ ഇതാണ് ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അല്ലേ? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാസ്റ്റ് ഗ്രൂപ്പ്സ് ആർ എക്സോഗമസ് എന്നുള്ളതാണ് എന്തുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. നോക്കാലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ദ കോസ്റ്റ് ട്രാവൽസസ് ത്രൂ ദി സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക ആൻഡ് കേരള. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ, ദ കോസ്റ്റ് ഈസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു കച്ച്, കത്തിയവാർ കോസ്റ്റ്, കൊറമണ്ടൽ കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് എന്നിങ്ങനെ എന്തിട്ടുണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ വെസ്റ്റേൺ coastal plains are broader than the eastern coast of India. Western coast has more major ports than the eastern coast എന്നുള്ളതാണ് ഇതിലുള്ളത് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് എന്തിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഇൻകറക്റ്റ് ഏതാണ് ഇൻകറക്റ്റ്? ഇതിൽ ഇൻകറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2 and 3 ആണ് എന്തുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. 2 and 3 ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതാണ്, ദ ഐഡിയാസ് ഓഫ് മഹാത്മാഗാന്ധി അബൌട്ട് എ വെൽഫെയർ സ്റ്റേറ്റ് ആർ എംബോഡഡ് ഓൺലി ഇൻ ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫേർഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാം സ്റ്റേറ്റ്മെന്റോ, ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ് ആർ ചാർട്ടേഡ് ഇൻ പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, Dr. Satyendra Sinha was the interim president of the drafting committee of the constitution. നാലാമത്തെ സ്റ്റേറ്റ്മെന്റോ, ആർട്ടിക്കിൾ 32 was described as the heart and soul of the constitution by ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ളതാണ് എന്ത് തന്നിട്ടുള്ളത് അല്ലെ? എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടത്? ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ്. 2 and 4 ഓൺലി ആണ് അല്ലെ? 2 and 4 ഓൺലി ആണ് എന്തുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നോക്കൂ. ഐഡന്റിഫൈ ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ അസ്ട്രോണമി. അസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട് തന്നതിൽ എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊക്കെയാണ്? ആദ്യ സ്റ്റേറ്റ്മെന്റ് ആണ്, പെരിഹീലിയൻ ഇസ് ദി പോയിന്റ് ഇൻ എ പ്ലാനറ്റ് ഓർബിറ്റ് വെൻ ഇറ്റ് ഈസ് ഫാസ്റ്റസ്റ്റ് ഫ്രം ദി സൺ. നെക്സ്റ്റ് എന്താണ്, അബ്ഹീലിയൻ ഇസ് ദി പോയിന്റ് ഇൻ എൻ ഓർബിറ്റ് വെർ ദി ഒബ്ജക്ട് ഈസ് ക്ലോസസ്റ്റ് ടു ദി സൺ. നെക്സ്റ്റ് എന്താണ്, സൂപ്പർ സൺ റെഫേഴ്സ് ടു ദി സൺ വെൻ ഇറ്റ് ഈസ് അറ്റ് അബ്ഹീലിയൻ. നെക്സ്റ്റ് എന്താണ്, പെരിഹീലിയൻ ഒക്കേഴ്സ് ഇൻ ഏർലി ജൂലൈ. അപ്പൊ ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ളത് ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 1 and 2 ആണോ, 1 and 3 ആണോ, 2 and 3 ആണോ, അല്ലെങ്കിൽ എന്താണ് 1, 2, 3 എല്ലാം എന്താണ് ഇൻകറക്റ്റ് ആണോ എന്നുള്ളതാണ് എന്തുള്ളത് തന്നിട്ടുള്ളത്. ഏതാണ് ഇതിന്റെ ഓപ്ഷൻ ഡി ആണ്. ഓൾ ആർ ഇൻകറക്റ്റ് ആണ് അല്ലെ? എന്താണ് 1, 2, 3, 4 എന്താണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ മോട്ടോ ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ളത് ഏതാണ്? വയം രക്ഷാമത് എന്നുള്ളതാണോ, നവസ്പർശം ദീപ്തം എന്നുള്ളതാണോ, മൂന്നാമത്തെ എന്താണ് തേജസ്വി നവദീതമസ്തു എന്നുള്ളതാണോ, നെക്സ്റ്റ് എന്താണ് ജീവൻ പര്യന്ത് കർത്തവ്യ. ഇതിലേതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്നുള്ളതാണ് ഇതിലുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ? അത് ഓപ്ഷൻ ബി ആണ്. നവസ്പർശം ദീപ്തം എന്നുള്ളതാണ്. നവസ്പർശം ദീപ്തം എന്നുള്ളതാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ. അടുത്തത് നോക്കാം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഇന്ത്യൻ പാർലമെന്റ് ആൻഡ് US പാർലമെന്റ്. അതായത് ഇന്ത്യൻ പാർലമെന്റിനും US പാർലമെന്റുമായിട്ട് എന്താണ് നമ്മൾ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ ആ താഴെ തന്നതിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഹാസ് 435 members. The equivalent of Rajya Sabha is American Senate. The term of American Senate is 6 years. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 1 and 2 ആണോ,
2 and 3 ആണോ 1 and 3 ഓൺലി ആണോ 1 2 3 ഇപ്പൊ മൂന്നും കറക്റ്റ് ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ മൂന്നും കറക്റ്റ് ആണ്. 1 2 3 ഇപ്പൊ മൂന്നും എന്താണ് കറക്റ്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ അഡീഷൻ ടു ദി ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റഡ് ഇൻ ന്യൂയോർക്ക്, the United Nations has major offices in 3 other cities. Identify the cities. Okay. Option A ആണ് ലണ്ടൻ, പാരീസ്, ജനീവ. ബി ജനീവ, നൈറോബി, വിയന്ന. സി വിയന്ന, ജനീവ, ബീജിംഗ്. ഡി എന്താണ് ലണ്ടൻ, കൈറോ ആൻഡ് ഹേഗ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്ന? ഓപ്ഷൻ ബി ആണ് അല്ലെ. ജനീവ, നൈറോബി, വിയന്ന എന്നുള്ളതാണ്. ഓക്കെ, ജനീവ, നൈറോബി, വിയന്ന. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹൈപ്പറോപ്പിയ എന്താണെന്നുള്ളതാണ്. ഹൈപ്പറോപ്പിയ ഓപ്ഷൻ എ ഫാർ സൈറ്റ്നസ് ആണോ, ബ്ലഡ് ഡിസ്റ്റൻസ് ആൻഡ് നിയർ വിഷൻ ആണോ, നിയർ സൈറ്റ്നസ് ആണോ, ലോസ് ഓഫ് ഐസ് എബിലിറ്റി ടു ഫോക്കസ് ഓൺ നിയർ ബൈ ഒബ്ജക്ട്സ് എന്നുള്ളതാണോ? ഇതിൽ ഏതാണ് ഹൈപ്പറോപ്പിയ എന്ന് പറഞ്ഞാൽ? ഓപ്ഷൻ എ ഫാർ സൈറ്റ്നസ് ആണ് ഇത് ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, ഫാർ സൈറ്റ്നസ് ആണ് ഇത് ഹൈപ്പറോപ്പിയ എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇന്ത്യൻ ജുഡീഷ്യറി. ഇന്ത്യൻ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് എ സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റം വിത്ത് സുപ്രീം കോർട്ട്, ഹൈ കോർട്ട്സ് ആൻഡ് ലോവർ കോർട്ട്സ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ നോക്കാം നമുക്ക്. ജുഡീഷ്യറി ഹാസ് ദി പവർ ടു റിവ്യൂ ആക്ഷൻസ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ ബ്രാഞ്ചസ്. അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റോ, ദി ലാർജ് ബാക്ക്ലോഗ് ഓഫ് കേസസ് ലീഡ്സ് ടു delays in justice delivery. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? there is under representation of women in the higher judiciary. അപ്പോൾ ഇതിൽ ഏതാണ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നുള്ളത്? 1 and 2 ആണോ, 2 and 3 ആണോ, 1 and 3 ആണോ, 1 2 3 4 ഇവ 4 കറക്റ്റ് ആണോ എന്നുള്ളതാണ് ഇതിലുള്ളത് ചോദിച്ചിട്ടുള്ളത്. അതാണ് ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ? ഓപ്ഷൻ ഡി ആണ്. ഇത് 4 എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ഓക്കെ, ഓപ്ഷൻ ഡി എന്താണ് 4 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ദ ഓൺലി കൺട്രി ഇൻ ദി വേൾഡ് ലൊക്കേറ്റഡ് സൈമൾട്ടേനിയസ്ലി ഇൻ ഓൾ ദി 4 ഹെമിസ്ഫിയേഴ്സ്. സാൻ മറീനി ആണോ, ലിച്ചർസ്റ്റീൻ ആണോ, കിരിബാത്തി ആണോ, നോർവേ ആണോ? ഇതിൽ ഏത് കൺട്രി ആണ് 4 ഹെമിസ്ഫിയറിലും? ഓക്കെ, വടക്ക്, കിഴക്ക്, തെക്കൻ, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക് ഈ 4 ഹെമിസ്ഫിയറിലും പരന്നു കിടക്കുന്ന രാജ്യം എന്നുള്ളത് ഒരൊറ്റ രാജ്യം മാത്രമേ എന്തുള്ളൂ 4 ഹെമിസ്ഫിയറിലായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, വ്യാപിച്ച് കിടക്കുന്നുള്ളൂ. അത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സാൻ മറീനി ആണോ, ലിച്ചൻസ്റ്റീൻ ആണോ, കിരിബാത്തി ആണോ, നോർവേ ആണോ? ഏതാണ് അതിന്റെ ആൻസർ? ഓപ്ഷൻ സി കിരിബാത്തി. ഡി നോർവേ അല്ല, ഏതാണ്? ഓപ്ഷൻ സി ആണ്, കിരിബാത്തിയാണ്. ഓക്കെ, കിരിബാത്തിയാണ്. ഓക്കെ, ഓപ്ഷൻ സി കിരിബാത്തിയാണ്. അതായത് ഇതുമായിട്ട് തന്നിട്ടുള്ള ആൻസർ കീയിൽ എന്താണ് നോർവേ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. എന്നാൽ എന്താണ് നോർവേ അല്ല, കിരിബാത്തിയാണ് എന്ത് ചെയ്യുക കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നിട്ടുള്ള എന്താണ് ആൻസർ കീയിൽ നോർവേ, ഓപ്ഷൻ ഡി നോർവേ എന്നുള്ളതാണ് റോങ് ആൻസർ ആണ്. കിരിബാത്തിയാണ് ഇത് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 4 ഹെമിസ്ഫിയറിലായിട്ട് എന്താണ് വ്യാപിച്ച് കിടക്കുന്ന ഒരേ ഒരു രാജ്യം ഏതുള്ളതാണ്? ഏതാണ് അത്? കിരിബാത്തിയാണ്. ഓക്കെ, അതേതാണ്? കിരിബാത്തിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ സ്റ്റാറ്റിക് മേഖലയിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ് എന്താണ് ഈ ഒരു ജനറൽ പേപ്പറിന് ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 2025 നടന്നിട്ടുള്ള 2 ചോദ്യപേപ്പറുകൾ അല്ലെ ജൂലൈയിലും ജനുവരിയിൽ നടന്നിട്ടുള്ള 2 ചോദ്യപേപ്പറിലെ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നുള്ളതാണ്. ഓക്കെ, അതിലെന്താണ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു അല്ലെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഏരിയകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. നമ്മൾ റാംസാർ സൈറ്റ് ഉണ്ട് അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്തു റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയനെ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് മോർ ഫോക്കസ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ പഠനം ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യണം ഒന്ന് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയാസ് നിങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ആ ഒരു ഏരിയ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യാം.